തിരുവനന്തപുരം പ്രശാന്ത് നഗറിൽ അമിത വേഗതയിലെത്തിയ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. അഴീക്കോട് സ്വദേശിയായ ഫവാസാണ് മരിച്ചത്. കാർ യാത്രക്കാരായ 4 പേരെ പിടികൂടിയിട്ടുണ്ട്. അശ്വിൻ, അഭിൻ, അമൽ, ശരത് എന്നിവരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. റഹീസ് ഉണ്ട് ഇപ്പോൾ സംഭവ സ്ഥലത്ത്. റഹീസ്, ഇതെന്താ സംഭവിച്ചത്? അമിത വേഗതയിലെത്തിയത് കാറാണോ ബൈക്കാണോ? ബൈക്കിന്റെ പൊടി പോലും ഇല്ല കണ്ടെത്താൻ. ഇപ്പോൾ കാറാണെങ്കിൽ കാറിന്റെ ഫ്രണ്ടും നല്ല ഇടിയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഈ പിടികൂടിയവർ എന്തെങ്കിലും മദ്യലഹരിയിലോ മറ്റോ ആണോ? അരുൺകുമാർ, മെഡിക്കൽ കോളേജ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള 4 പേരും മദ്യലഹരിയിൽ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ദൃശ്യം കാണുമ്പോൾ മനസ്സിലാകും എത്ര വലിയ ഒരു അപകടമാണ് ഇവിടെ ഉണ്ടായതെന്ന്. ശരിയായ വഴിയിൽ തന്നെയായിരുന്നു ബൈക്ക് യാത്രക്കാരൻ സഞ്ചരിച്ചിരുന്നത്. റോങ് സൈഡിലേക്ക് കാർ യാത്രക്കാരൻ കയറുകയായിരുന്നു. അതായത് ഉള്ളൂർ മെഡിക്കൽ കോളേജ് റോഡ് ഭാഗത്താണ് അപകടമുണ്ടായത്. പുലർച്ചെ അപകടമുണ്ടാകുന്ന സമയത്ത് എതിർ ദിശയിലേക്ക് ഈ പറയുന്ന KL 24K 7227 എന്ന പോളോ കാറ് വരികയായിരുന്നു. കാറിനകത്ത് എയർ ബാഗ് പുറത്തു വരുന്ന തരത്തിലുള്ള ഇടിയാണ് ഉണ്ടായത്. ഈ കാറിനകത്ത് നേരത്തെ അരുൺകുമാർ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം കൂടിയുണ്ട്. കാരണം ഫ്രണ്ടിൽ ഗ്ലാസ്, മദ്യം കഴിച്ചതിൻ്റെ ഗ്ലാസ്, ഒപ്പം തൊട്ടുകൂടാൻ ഉപയോഗിച്ച സാധനങ്ങൾ, ഇതിൻ്റെ ബാക്ക് വശത്ത് ഡിക്കിയിൽ നമുക്ക് കാണാം മദ്യക്കുപ്പികൾ, മദ്യത്തിൻ്റെ ബോട്ടിൽ ഒക്കെ ഡിക്കിക്കകത്ത് അതിൻ്റെ കവറും മറ്റും കിടക്കുന്നു. മദ്യപിച്ച് വാഹനമോടിച്ച് ഒരു ചെറുപ്പക്കാരനെ, ഫവാസ് എന്നു പേരുള്ള ഇവിടെ തിരുവനന്തപുരത്തെ തന്നെ അഴീക്കോട് സ്വദേശിയായ ഒരു ചെറുപ്പക്കാരനെ ഇടിച്ചിട്ട് കൊലപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ. കാരണം ബൈക്ക് യാത്രക്കാരൻ വരേണ്ടത് ഈ ദിശയിലായിരുന്നു. ഈ ദിശയിൽ തന്നെയാണ് ആ ബൈക്ക് പോയിട്ടുള്ളത്. എതിർ ദിശയിൽ വരേണ്ട കാറ് ഇതിലേക്ക് ദിശ മാറി വന്ന് ഇടിച്ച് തെറിപ്പിച്ചതാണ്. ഇതിൻ്റെ കാറിൻ്റെ ഫ്രണ്ടിലെ അവസ്ഥ ഒന്ന് നോക്കണം. ഒരു ബൈക്കിൽ ഇടിച്ച കാറാണെന്ന് ഓർക്കണം. വേറെ ഏതെങ്കിലും വലിയ ട്രാവലറിലോ അല്ലെങ്കിൽ വലിയ ടോറസിലോ ഒന്നും ഇടിച്ച അല്ല. ഒരു ബൈക്കിൽ ഇടിച്ചിട്ട് ഇത്രയും വലിയൊരു അപകടം പറ്റണമെങ്കിൽ ആ വേഗതയിലായിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക. നമ്മൾ സമീപത്തെ CCTV ദൃശ്യങ്ങൾ നോക്കുന്നുണ്ട്. അത് കാണുമ്പോൾ കൂടുതൽ വ്യക്തതകൾ കൂടി കിട്ടും. ഇതിനകത്ത് ഫവാസിൻ്റെ അപകടത്തിൽ മരിച്ച ആ ചെറുപ്പക്കാരൻ്റെ ഷൂ ഒക്കെയാണ് ഈ കിടക്കുന്നതെന്നാണ് ആളുകൾ പറയുന്നത്. നിങ്ങൾ നാട്ടുകാരാണോ? നമ്മൾ കണ്ടില്ല. ഇവിടെ നാട്ടുകാരായിരിക്കുമല്ലോ നിങ്ങൾ? ഇവിടെ ഇങ്ങനെ സ്പീഡിൽ ഇടയ്ക്കൊക്കെ പോകാറുണ്ടോ? ഇല്ല. ഇന്നലെ ന്യൂ ഇയറിൻ്റെ ആയിരിക്കും. ന്യൂ ഇയർ ആഘോഷങ്ങളായിരിക്കും. ന്യൂ ഇയർ ആഘോഷമാകാനാണ്. ഇത് നോക്കി, ആ ബൈക്കിൻ്റെ തകർന്ന ബൈക്കിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളാണ്. സത്യത്തിൽ ആ ബാക്ക് ഭാഗമുള്ളത് കൊണ്ടാണത് ബൈക്കാണെന്ന് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അതുപോലും മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു അപകടമാണ് അരുൺ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. വല്ലാത്തൊരു ഇടിയാണ് കേട്ടോ. ഫവാസ് എന്ന് പറയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരൻ എന്ത് പിഴച്ചു? അയാൾ രാവിലെ ജോലിക്ക് എങ്ങാണ്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ്. കള്ളും കുടിച്ച് ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ പേരിൽ ഇറങ്ങിയ ചെറുപ്പക്കാരാണ് ഈ അപകടം വരുത്തി വെച്ചിരിക്കുന്നത്. ആ വാഹനത്തിൽ നിന്ന് തന്നെ മദ്യപിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ്. ഇനി അവരുടെ രക്തം പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൽക്കഹോളിൻ്റെ കണ്ടന്റ് ഉണ്ടാവുകയും ചെയ്യും. ആലോചിച്ച് നോക്കൂ, വളരെ മാന്യമായി വളരെ ജോലിക്കൊക്കെ പോയി കഷ്ടപ്പെട്ടിരുന്ന ചെറുപ്പക്കാരനാണ് ഈ ഫവാസ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 4 പേരെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ആകെ ഭയന്നിരുന്നതും ഇതാണ്. ഇന്നലെ രാത്രിയിലും ഇതുപോലുള്ള വാർത്തകൾ വരുമോ എന്ന് ഭയന്നിരുന്നു. വലിയ വാർത്തകളൊന്നും രാത്രിയിൽ വന്നില്ല, അത്രയും ആശ്വാസം. പക്ഷേ രാവിലെ ആയപ്പോഴേക്കും പ്രശാന്ത് നഗറിൽ നിന്ന് ആ ഒരു വാർത്ത എത്തുന്നു. ഈ മദ്യപിച്ച് കാറോടിച്ച് അപകടമുണ്ടാക്കി 4 പേരെ ഇപ്പോൾ പോലീസ് പിടിച്ചിരിക്കുന്നു. ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു.